ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീച്ചപ്പോൾ തലവേദന കാരണം ഞാനിന്ന് പാർലറിലോട്ടും ജിമ്മിലോട്ടൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് മീൻ പിടിക്കാൻ പോകാമെന്ന് അങ്ങോട്ട് പ്ലാൻ ചെയ്തു. തലവേദന പിന്നെ രാവിലെ പോവേണ്ട സമയം കഴിഞ്ഞപ്പോൾ തലവേദനയൊക്കെ പോയി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മണ്ണിരയൊക്കെ റെഡിയാക്കി ഇപ്പോൾ കുളത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി കുളത്തിൽ പോയിട്ട് എന്താ സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. മീൻ കിട്ടുമോ ഇല്ലയോ, ചീറ്റില്ലയോ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ മീൻ പിടിക്കാനുള്ള ചൂണ്ടയൊക്കെ ഓൾറെഡി ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരയൊക്കെ എടുത്തിട്ട് അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്. പോണ വഴി കുറച്ച് സീനാണ് കേട്ടോ. ഭയങ്കര കാട് ഏരിയ പോലെയുള്ളൊരു ഏരിയയാണ്. ഫുള്ള് ചെടികളും തൂപ്പുകളും അങ്ങനെയൊക്കെ ആയിട്ട് റിസ്ക്കാണ് ശരിക്കും ഈ വഴിയിൽ കൂടെയൊക്കെ പോകാനായിട്ട്. അപ്പോൾ കനാലിൽ വെള്ളവും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളത്തിൽ നല്ലോണം വെള്ളമായിട്ടുണ്ട്. അപ്പോൾ മീനുകൾ നിറയെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ മീൻ പിടിക്കാൻ പോവാം ഇന്നങ്ങനെ പ്ലാൻ ചെയ്തതാണ്. ഇത് കണ്ടില്ലേ, മൊത്തം നിറഞ്ഞ് നിൽക്കുകയാണ് കുളം. അപ്പം ഞാൻ മീൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ആദ്യം തന്നെ വേഗം എരനെയൊക്കെ അങ്ങോട്ട് കോർത്ത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വേറൊരു സംഭവം. കാണുന്നുണ്ടോ? 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 പോയാ ആണില്ല. പോയി നോക്കുമ്പോൾ അത് ചെറിയ പാമ്പൊന്നും ആയിരുന്നില്ല, അണലിയായിരുന്നു. നല്ല വലിയ അളവിലുള്ള അണലി, നല്ല വലിയ പാമ്പായിരുന്നു കേട്ടോ. ഇത്രയും ദൂരത്തായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്തതാണ്. അതിനെ മുകളിലേക്ക് കയറാൻ കിട്ടാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് എഴഞ്ഞുകൊണ്ട് നടക്കുകയല്ല, എഴിയുക. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ ആയിരുന്നു. അതിനൊന്ന് കര കയറ്റുന്നത് വരെ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അത് ഊതിയാലൊന്നും ചാവില്ല, കടിച്ചാലേ ചാവുള്ളൂ. ചൂടായിട്ട് മേളം ഇറങ്ങി വരികയാണ്. അതാ അങ്ങോട്ട് പോയി വേണിച്ച് കയറാൻ സൗകര്യം ഉണ്ട് കേട്ടോ. അതിന് നോക്കി അങ്ങോട്ട് പോയാൽ അത് കയറും. നമ്മളെ ശ്രദ്ധിക്കണം കേട്ടാ, നടന്നു വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ. എന്താ അത് പൊളഞ്ഞു പോണ നോക്കത്. ഊതി ഊതുന്നുണ്ടോ? കേറാൻ കിട്ടണം, ഒന്ന് കയറ്റി വിടണംലക്ക. പിന്നെ നമ്മൾ ആരെങ്കിലും കയറ്റേണ്ട വരും ചന്താക്കില്. ഊതണ നോക്ക്. നമ്മൾ അതിനെ കയറ്റി വിടാൻ നോക്കിയാലേ നമ്മൾ ചന്താക്കില് പോകേണ്ട വരും. അതാ മണ്ണിന്റെ അവിടെ കേറും അല്ലേ? ചന്തം നോക്കിലേ. അങ്ങനെ കാണുമ്പോ നല്ല ചന്തമുണ്ട്. നോക്ക് എങ്ങനെ കഴിയുന്നു നോക്കിലേ.
അത് കയറുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് മാറും കുപ്പമ്മ. എടാ പാമ്പേ അങ്ങോട്ട് പോ, അപ്പൊ നിനക്ക് അവിടെ നിന്ന് കേറി പോവാൻ പറ്റും. പോട്ടൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫുള്ള് വീഡിയോ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ലേ? എന്താല്ലേ കറുപ്പ് കളറില്ലേ ആ വര, റൗണ്ട് റൗണ്ട്. ഐ ഇങ്ങോട്ട് വാ. മതിയായി. അവിടെ എത്തിയത് കയറും കേട്ടാ. അവിടെ എത്തിയ പിന്നെ അവിടെ മണ്ണ് സെറ്റായി. അതിന് സ്പീഡ് കൂടുതലാണ്, ഇറക്കം കൂടുതലാണ്. അതിന് കയറി 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 കയറി. അത് ഈ സൈഡ് പിടിച്ച് വന്നാൽ അക്കം ഇങ്ങോട്ട് വന്നോട്ടാ. ആ ഇപ്പുറത്തെ സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ അക്കം ഇങ്ങോട്ട് വന്നോ. അപ്പുറത്തെ സൈഡിൽ കൂടെ കയറിയ പ്രശ്നമില്ല, ഈ സൈഡിൽ കൂടെ കയറിയാൽ പെട്ടു. അതിൽ കൂടെ കയറ് പൊട്ടപ്പാമ്പേ. അതാ ഇപ്പുറത്തേക്കാണ് കേട്ടോ കയറുന്നത്, ഇപ്പുറത്തേക്കാണ് കേട്ടോ. അതാ കയറി 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 കയറിട്ടാ കയറി. അവിടെ എന്ത് ഓട്ടയുണ്ടായില്ല, ഓട്ടുള്ളിൽ പോയി. മുകളിൽ ഇല്ല, മുകളിലേക്ക് കയറുന്നുണ്ട് കേട്ടാ. സംഭവം ഒന്ന് കേറിപ്പോ പാമ്പേ. ഇങ്ങോട്ട് അക്ക. വേണ്ട വേണ്ട വേണ്ട. അതാ പിന്നെയും ഇറങ്ങണു അത്. ആ അപ്പുറത്തെ സൈഡിൽ കയറിയാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ടെൻഷനില്ല. ആ കയറി. ഇനി അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാം. അയ്യോ അത് ആരിൻ്റെ വീടാണെക്കാ? മെത്തയൊക്കെ ബാക്കിൽ വെച്ചിരിക്കുന്നത് നോക്ക്. സാധനം ഒരു ജാതി സാധനമാണിത്.